+1 മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന 4th ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിലൂടെ എങ്ങനെയാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ എണ്ണുകൾക്കും ശരിയാണ് എന്നുള്ള കാര്യം തെളിയിക്കുക എന്നതുമായി ബന്ധപ്പെട്ട കുറേയധികം ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആ ചോദ്യങ്ങൾക്കെല്ലാം ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നതിന് LHS എന്ന് പറയുന്ന ആശയവും RHS എന്ന് പറഞ്ഞ ആശയവും ഉണ്ടായിരുന്നു. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഉണ്ടായിരുന്നു, റൈറ്റ് ഹാൻഡ് സൈഡും ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറയുകയുണ്ടായി, LHSഉം RHSഉം വരുന്ന രീതിയിലല്ലാതെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ നിങ്ങൾക്ക് തരും. അത്തരം സ്റ്റേറ്റ്മെൻറ്റുകളും പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രകാരം നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അത്തരം ക്വസ്റ്റ്യൻസുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ 2 ക്ലാസ്സുകളിലായിട്ട് കുറേയധികം ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇനി വരുന്ന എക്സാമിനേഷന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മുഴുവനായിട്ടും ഡിസ്കസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഉള്ള രീതിയിലുള്ളതല്ല. ജസ്റ്റ് ഒരു സെൻറ്റൻസ് പോലെ തരും, അതിൽ n എന്ന് പറഞ്ഞ വേരിയബിൾ അടങ്ങുന്ന രീതിയിലായിരിക്കും. അത്തരം സ്റ്റേറ്റ്മെൻറ്റുകളെ എങ്ങനെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രകാരം തെളിയിക്കാം. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിലൂടെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അത് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഫോർമാറ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. എന്നാലും ഇവിടെ ഒന്നുകൂടി ഓർമ്മിച്ചെടുക്കുക. തന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് n=1 ട്രൂ ആണ് എന്നുള്ളത് നമ്മൾ തെളിയിക്കണം. n=k സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളൊന്ന് എഴുതി വെക്കണം. അതിനുശേഷം n=k+1 ട്രൂ ആണെന്ന് നമ്മൾ തെളിയിക്കണം. അതിനുവേണ്ടി നമ്മൾ P(k+1) എന്ന് പറഞ്ഞ കാര്യം എഴുതും. എഴുതിയതിനു ശേഷം തൊട്ട് മുകളിൽ നമ്മൾ n=k ശരിയാണ് എന്ന് പറഞ്ഞ് എഴുതിയ റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് n=k+1 ശരിയാണെന്നുള്ള കാര്യം നമ്മൾ തെളിയിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് k+1 ശരിയാണ് എന്നുള്ള കാര്യം നമ്മൾ തെളിയിക്കുന്നത്. അങ്ങനെ ശരിയാണെങ്കിൽ n എന്ന് പറയുന്ന ഏത് നാച്ചുറൽ നമ്പറിലും നമുക്ക് തന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കും? ശരിയായിരിക്കും. ഇതാണ് അതിൻ്റെ ഫോർമാറ്റ്. നമുക്കിനി ചോദ്യങ്ങളിലേക്കൊന്ന് പോയി നോക്കാം. ഒന്നാമത്തെ ചോദ്യമാണ് ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ, ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയി ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത്. ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കൂ. ഫോർ എവറി പോസിറ്റീവ് ഇൻറ്റിജർ n എന്ന് പറയുന്നത് ഏത് പോസിറ്റീവ് ഇൻറ്റിജർ എടുക്കുകയാണെങ്കിലും പ്രൂവ് ദാറ്റ് 7n - 3n ഈസ് ഡിവിസിബിൾ ബൈ 4. 7n - 3n എന്ന് പറയുന്ന ഈ ഒരു ടേമിനെ 4 കൊണ്ട് കൃത്യമായി ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ആദ്യം ചെയ്യുന്നത്, ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണോ തന്നിരിക്കുന്നത് അതിനെ P(n) എന്ന് പറഞ്ഞെടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് പറയാം? P(n) എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് 7n - 3n ഈസ് ഡിവിസിബിൾ ബൈ 4. നമുക്കറിയാം, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏത് കാര്യത്തിനെയും 4ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കാര്യത്തിനെ നമുക്ക് ഇങ്ങനെയും ചിന്തിക്കാം. 7n - 3n എന്ന് പറയുന്നത് എന്തിന് തുല്യമായാൽ മതി? 4ൻ്റെ ഒരു മൾട്ടിപ്പിളിനോട് തുല്യമായാൽ മതി. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ മാത്തമാറ്റിക്സ് ആശയത്തിലൂടെ നമുക്ക് ഈ ഒരു രീതിയിൽ ചിന്തിക്കാം. ആദ്യം ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്താണ്? P(1) എന്ന് പറയുന്നത് ട്രൂ ആണെന്ന് തെളിയിക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് P(1) എന്ന് പറഞ്ഞ കാര്യം എഴുതണമെങ്കിൽ തന്ന സ്റ്റേറ്റ്മെൻറ്റിൽ n ഉള്ള ടേമുകൾ ഉണ്ടായിരിക്കും. അതിൽ n-ന് പകരം നിങ്ങൾ എന്ത് കൊടുക്കുക? 1 അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ 7n - 3n ആണ് ടേമുകൾ വരുന്നത്. n-ന് 1 കൊടുക്കുമ്പോൾ 7(1 - 3)(1). അതായത് 7 - 3 എന്ന് പറഞ്ഞാൽ 4 ആണ്. നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ ഈ മോഡൽ ചെയ്യുമ്പോഴും ഇങ്ങനെ ഒരു ആൻസർ നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. ആ ആൻസർ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുള്ള കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ P(n) എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ നോക്കൂ, 4 ആണ് കിട്ടിയിരിക്കുന്നത്. നമുക്കറിയാം 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ എന്ത് കണക്ട് ചെയ്യാം? ഈസ് ഡിവിസിബിൾ ബൈ 4. ഇത് നമ്മുടെ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? Therefore P(n) ഈസ് ട്രൂ. P(n) എന്ന് പറഞ്ഞാലും ട്രൂ ആണ്.
അടുത്ത സ്റ്റെപ്പ് എന്താണ്? അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. ഈ സ്റ്റേറ്റ്മെന്റ് n k ആകുമ്പോൾ ശരിയാണ്. അതായത് 7k - 3k ഈസ് ഡിവിസിബിൾ ബൈ 4. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മളെ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ കംപ്ലീറ്റ് എവിടേക്ക് മാറ്റി? കെയിലേക്ക് മാറ്റി. അപ്പോഴാണ് നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ കാര്യം എഴുതാൻ വേണ്ടി പറ്റുന്നത്. ഇതിനെ നമുക്ക് ഒന്നും കൂടിയും ചുരുക്കിയിട്ട് എന്ത് പറയാം? ദാറ്റ് ഈസ് 7k - 3k ഈക്വൽ ടു 4d. അതിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് പറയാം. നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്താണ്? പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് കിട്ടണം. അതിനുവേണ്ടി പി ഓഫ് കെ പ്ലസ് 1 എന്ന് പറഞ്ഞ കാര്യം എഴുതാണ്. പി ഓഫ് കെ പ്ലസ് 1 എഴുതണം എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റിൽ n എന്ന് പറയുന്ന ആശയത്തിന് പകരം എന്ത് കൊടുക്കുക? കെ പ്ലസ് 1 എന്ന് പറഞ്ഞ കാര്യം കൊടുക്കുക. അപ്പോൾ 7k പ്ലസ് 1 മൈനസ് 3k പ്ലസ് 1. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതുമായ ഒരു ഫോർമുലയാണ് അടുത്ത ഓർമ്മയിൽ വരേണ്ടത്. a⁻m × a⁻n എന്ന് പറഞ്ഞാൽ a⁻m+n ആണ്. ഇത് അങ്ങോട്ട് അപ്ലൈ ചെയ്യുന്നതും അറിയണം, തിരിച്ച് ഇങ്ങോട്ട് അപ്ലൈ ചെയ്യുന്നതും അറിയണം. a⁻m+n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a⁻m × a⁻n എന്ന് പറഞ്ഞ ആശയമാണ്. ഇവിടെ നമ്മൾക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചിന്തിക്കുന്ന രീതിയിൽ ഈ ഒരു കാര്യം ഇവിടേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് 7k × 7/1 മൈനസ് 3k × 3/1 എന്ന് പറഞ്ഞ് എഴുതാം. അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന ഏതാണ്? a⁻m+n എങ്ങനെ എഴുതാം? a⁻m × a⁻n എന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. അതേപോലെ നമ്മൾ ഇവിടെ എങ്ങനെ എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്ത് ആശയം എഴുതി. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇവിടെ k ഇല്ലാത്ത ടേം, ഫസ്റ്റ് ടേം മാത്രം ഒബ്സർവ് ചെയ്യുക. അതിൽ k ഇല്ലാത്ത ടേം ഏതാ വരുന്നത്? 7/1. ആ 7/1 എന്ന് പറഞ്ഞ കാര്യം എഴുതുക. ഒരു ഓപ്പൺ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമ്മൾക്ക് ഈ ഫസ്റ്റ് ടേമിൽ ശരിക്കും എഴുതേണ്ടിയിരുന്നത് എന്താണ്? 7k എന്ന് പറഞ്ഞ കാര്യമാണ്. അത് അതുപോലെ അവിടെ എഴുതിയത്. ഇത് എഴുതിയതിനു ശേഷം നിങ്ങൾ ഇനി ചിന്തിക്കേണ്ടത് അസംഷൻ എന്ന് പറയുന്നതിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് ആലോചിക്കുക. 7kയിൽ നിന്നും 3k മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അത് 4ന്റെ മൾട്ടിപ്പിൾ ആണ്, അല്ലെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ആശയം ഇവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടി 7k എന്ന് പറഞ്ഞ കാര്യം ഇവിടെ ഓൾറെഡി ഉണ്ട്. അടുത്തതായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? -3k എന്ന് പറഞ്ഞ കാര്യം എഴുതുന്നു. അത് ഞാനായിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? +3k എന്ന് പറഞ്ഞ കാര്യം ചെയ്യുന്നു. അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഇവിടെയുള്ള സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഈ ഒരു സെക്കൻഡ് ടേം അത് അതുപോലെ തന്നെ നമ്മൾ അവിടെ എഴുതുകയാണ്. -3k × 3/1. ഇനി നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഈ രണ്ട് ടേമുകളും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് 4ന്റെ മൾട്ടിപ്പിൾ ആവുക, അല്ലെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുക. ഇത് ഒരുമിച്ച് കിട്ടുന്നതിന് വേണ്ടി ഞാനിതിനെ മറ്റൊരു ബ്രാക്കറ്റിനകത്താക്കുകയാണ്. ഇനി 7/1 എന്ന് പറഞ്ഞാൽ 7 ആണെന്ന് നമുക്കറിയാം. 7 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ആണ്. ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 × 7k - 3k പ്ലസ് 7 × 3k മൈനസ് 3k × 3/1. അപ്പോൾ നമ്മളിവിടെ ചെയ്തിരിക്കുന്ന കാര്യം എന്താണ്? 7 എന്ന് പറയുന്ന ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 7 കൊണ്ട് ഈ ടേമിനെ ഒരുമിച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതാണ് താഴെ കാണുന്നത്. 7 കൊണ്ട് 3k മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതാണ് നെക്സ്റ്റ് ടേം വരുന്നത്. -3k × 3/1. ലാസ്റ്റ് അതുപോലെ നമ്മൾ ഇറക്കി എഴുതിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഈ 7k - 3k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ്, അല്ലെങ്കിൽ 4ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഇതിനടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് പറയാം? 7 × 4d എന്ന് പറഞ്ഞ് എഴുതാം. ഇതിനെ 4ന്റെ മൾട്ടിപ്പിൾ ആക്കി എഴുതി. പ്ലസ് അടുത്ത രണ്ട് ടൈമിലും കോമൺ ആയിട്ട് 3k ഉണ്ട്. ആ 3k എന്ന് പറയുന്നത് ഞാൻ ഔട്ട് സൈഡ് നിർത്തിയാൽ ഇവിടെ ബാലൻസ് ഒരു 7 വരുന്നുണ്ട്. മൈനസ് ഇവിടെ ഇങ്ങനെ 3/1 അഥവാ 3 എന്ന് പറഞ്ഞ കാര്യം വരുന്നുണ്ട്. which is equal to 7 × 4d plus 3k × 4. ഇവിടെ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു ടേമിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ 3k × 4 എന്ന് പറയുന്നതിനും എന്ത് ചെയ്യാം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രണ്ട് നമ്പറുകളെ ആഡ് ചെയ്താൽ അതിനെയും നമുക്ക് എന്ത് ചെയ്യാം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കൺക്ലൂഷനിലേക്ക് എത്താം? കോമ ഈസ് ഡിവിസിബിൾ ബൈ 4. ഈ ഒരു കാര്യത്തിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം എന്ന് പറഞ്ഞു. ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? പി ഓഫ് കെ പ്ലസ് 1 എന്ന് പറയുന്നതിനെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ആണ് എടുക്കുന്നതെങ്കിൽ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് കിട്ടിയിരിക്കുന്ന കാര്യം സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് പറയാം therefore p of k plus 1 is
ട്രൂ. പി ഓഫ് കെ പ്ലസ് വൺ ട്രൂ ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഫൈനൽ കൺക്ലൂഷൻ എന്തായിരിക്കും? ഹെൻസ് ബൈ ഇൻഡക്ഷൻ ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ എവരി നാച്ചുറൽ നമ്പർ n. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ LHS RHS വരാത്ത ഇതേപോലെയുള്ള സ്റ്റേറ്റ്മെന്റ് പോലെ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഇൻഡക്ഷൻ പ്രകാരം പ്രൂവ് ചെയ്യുന്നത്. ഇവിടെ 1ലും അസംഷനിലും ഒന്നും പ്രശ്നം വരില്ല. കെ പ്ലസ് വൺ എന്ന് പറയുന്ന കാര്യത്തിൽ പ്രൂവ് ചെയ്യാനാണ് കുറച്ചൊരു ഡിഫിക്കൽറ്റി വരിക. ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ അതേ രീതിയിലല്ല നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രത്യേക ലോജിക്കിലൂടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലോജിക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ ഏത് ക്വസ്റ്റിനും വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ആ ലോജിക്ക് പ്രത്യേകം ഒന്നുകൂടി പറയുകയാണ്. 7k+1 - 3k+1 എന്ന് പറയുന്നതിന് ഈ ഒരു നിയമം ഉപയോഗിച്ചുകൊണ്ട് 7k × 7(1) - 3k × 3(1) എന്ന് പറഞ്ഞ് എഴുതാം. അതിനുശേഷം ഫസ്റ്റ് ടേം മാത്രം നിങ്ങൾ നോക്കുക. ഫസ്റ്റ് ടേമിൽ k ഇല്ലാത്ത ടേം 7(1) ആണ്. അത് പുറത്തെഴുതി ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ എഴുതാതെ മാറ്റി നിർത്തിയത് കെയിൻ്റെ ടേം ആയിരിക്കും. ആ ടേം അവിടെ എഴുതുക. എഴുതിയതിന് ശേഷം പിന്നെ നോക്കേണ്ടത് അസംഷനാണ്. ദാറ്റ് ഈസ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ള ഒരു കാര്യമാണ്. അവിടേക്ക് നോക്കുമ്പോൾ 7k ഒപ്പം നിൽക്കുന്നത് -3k ആണ്. അപ്പോൾ ആ -3k നമ്മൾ എഴുതുക. അത് ക്യാൻസൽ ചെയ്യാൻ അപ്പം തന്നെ എന്ത് ചെയ്യുക? 3k എന്ന് പറഞ്ഞ കാര്യം ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തതിന് ശേഷം സെക്കൻഡ് ടൈം എന്ന് പറയുന്നത് അതുപോലെ താഴേക്ക് ഇറക്കി എഴുതുക. എഴുതി കഴിഞ്ഞതിന് ശേഷം ഒരു തവണ കൂടി നിങ്ങൾ അസംഷൻ നോക്കുക. ഈ രണ്ട് ടേമും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് എന്ത് കിട്ടുകയുള്ളൂ? 4D എന്ന് പറഞ്ഞ ആശയം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഇത് മൾട്ടിപ്ലിക്കേഷനിൽ ഒരുമിച്ച് കിട്ടുന്നതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒറ്റ ബ്രാക്കറ്റിനകത്താക്കി. എന്നിട്ട് 7 കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ടേംസുകൾ കിട്ടുന്നു. ടേംസുകൾ കിട്ടുമ്പോൾ ഏത് ക്വസ്റ്റ്യനിലാണെങ്കിലും ഈ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് അസംഷൻ പ്രകാരം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സെക്കൻഡും തേർഡും ടേമുകൾ നോക്കിയാൽ അതിൽ കെ എന്ന് പറയുന്നതിൻ്റെ ടേം കോമൺ ആയിട്ടാണ് നിലനിൽക്കുക. അത് കോമൺ ആയി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ലോജിക്ക് അവിടെ കിട്ടുന്നു. പിന്നെ ചിന്തിക്കേണ്ടത് എന്താണ്? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന രണ്ട് നമ്പറുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയും നമുക്ക് എന്ത് ചെയ്യാം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിന് നമുക്ക് എന്ത് ചെയ്യാം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം എന്ന് പറയുന്നു. അവിടെ വെച്ച് നമുക്ക് എന്ത് കൺക്ലൂഷനിലേക്ക് എത്തുന്നു? പി ഓഫ് k+1 ട്രൂ ആണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എല്ലാ എന്നുകൾക്കും ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ശരിയായിരിക്കും എന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുന്നു. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. പ്രൂവ് ദ ഫോളോയിങ് ബൈ യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഫോർ ഓൾ n ബിലോങ്സ് ടു n. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിലൂടെ തെളിയിക്കണം. കുറച്ച് സബ് ക്വസ്റ്റ്യൻസുകൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യമാണ് 41n - 14n ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 27. 41n നിന്ന് 14n മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 27ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാനുള്ള കാര്യം എന്താണ്? ഈ തന്ന കാര്യത്തിന് എന്ത് ചെയ്യണം? പി ഓഫ് n എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ആദ്യം ആ ഒരു സ്റ്റെപ്പ് ചെയ്യുകയാണ്. പി ഓഫ് n എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ആ കാര്യത്തിൽ എടുത്തു. നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് എന്താ? പി ഓഫ് 1 ട്രൂ ആണെന്ന് തെളിയിക്കണം. അതിനുവേണ്ടി പി ഓഫ് 1 ഈക്വൽ ടു എന്നിന് പകരം എന്താ അപ്ലൈ ചെയ്യണം എന്നാണ് പറഞ്ഞത്? 1 അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യുമ്പോൾ 41(1) - 14(1) ഈക്വൽ ടു 41 - 14 ഈക്വൽ ടു 27. 27നെ 27ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാം. 27 × 1 എന്ന് പറഞ്ഞ് ചിന്തിച്ചാൽ മതി. അപ്പോൾ നമുക്കിവിടെ എന്ത് പറയാം? ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 27. കണ്ടീഷൻ ഹോൾഡ് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? പി ഓഫ് 1 ഈസ് ട്രൂ. അടുത്ത സ്റ്റെപ്പ്, അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. k ആകുമ്പോൾ റിസൾട്ട് ട്രൂ ആണ് എന്നുള്ള കാര്യം നമ്മൾ അസ്യൂം ചെയ്തു. അതായത് നമുക്ക് കിട്ടുന്ന കാര്യം എന്താ? 41k - 14k ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 27. ഇതിനെ നമുക്ക് ഒന്നും കൂടിയും എന്ത് ചെയ്യാം? മാത്തമാറ്റിക്സ് ഫോമിലേക്ക് കണക്ട് ചെയ്യാം. 41k - 14k ഈക്വൽ ടു 27ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? 27d എന്ന് പറഞ്ഞ് എഴുതാം. പി ഓഫ് k+1 ട്രൂ ആണ് എന്നാണ് തെളിയിക്കുക എന്നുള്ളത്. അതിനുവേണ്ടി പി ഓഫ് k+1 എടുക്കുകയാണ്. പി ഓഫ് k+1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എഴുതണമെങ്കിൽ എന്നിന് പകരം എന്ത് അപ്ലൈ ചെയ്യണം? k+1 എന്ന് പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യണം. ഇവിടെ മാത്രമേ ചെയ്യുള്ളൂ. ഇത് നമ്മൾ പിന്നീടാണ് കണ്ടെത്തുന്നത്. അപ്പോൾ 41n എന്നിന് പകരം k+1 മൈനസ് 14n പകരം k+1. തൊട്ട് മുന്നത്തെ ചോദ്യത്തിൽ ചെയ്തതുപോലെ തന്നെ a⁻m × a⁻n എന്ന് പറഞ്ഞാൽ a⁻m+1 എന്നാണ്. ഇത് തിരിച്ചാലോചിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേ ആശയത്തിൽ നമുക്ക് ഇവിടെ എന്ത് പറയാം? 41k - 41(1) മൈനസ് 14k × 14(1).
തൊട്ട് മുന്നത്തതിൽ എന്ത് ലോജിക്കാണ് നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് ടേം മാത്രം ഒബ്സർവ് ചെയ്യുക, അതിൽ കെ ഇല്ലാത്ത ടേം 41:1 പുറത്തേക്ക് എഴുതുക, ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 41 കെ ഉള്ള ടൈമാണ് ബാക്കിയുള്ളത്. ഇനി നോക്കേണ്ടത് നമ്മുടെ അസംഷനാണ്. അസംഷനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 41 നിന്ന് 14 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 27D ആണ്. അപ്പോൾ നമുക്കിവിടെ -14 എന്ന് പറഞ്ഞ കാര്യം എഴുതേണ്ടതുണ്ട്. ഇത് നമ്മളായിട്ട് എഴുതുന്നതാണ്. അപ്പോൾ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി അപ്പോൾ തന്നെ എന്ത് ചെയ്യുക? 14 എന്ന് പറഞ്ഞ കാര്യം ആഡ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇനി സെക്കൻഡ് ടൈം എഴുതുക, -14 ഇൻറ്റു 14 ഇതിൽ ഒരു തവണ കൂടി അസംഷനിലേക്ക് നോക്കുമ്പോൾ ഇത് ഒരുമിച്ച് നിൽക്കുമ്പോഴേ 27D എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഒരുമിച്ച് മൾട്ടിപ്ലിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ഇവിടെ ഒരു ബ്രാക്കറ്റ് കൂടി നമ്മൾ അപ്ലൈ ചെയ്യാണ്. 41 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? 41 ഇൻറ്റു 41 മൈനസ് 14 പ്ലസ് 41 ഇൻറ്റു 14 മൈനസ് 14 ഇൻറ്റു 14 അങ്ങനെ 14 എന്ന് പറഞ്ഞ് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, കറക്റ്റാണ്. ഇനി നിങ്ങൾ നോക്കുന്ന സമയത്ത് 41 ഇൻറ്റു 41 മൈനസ് 14 എന്ന് പറഞ്ഞാൽ എന്താണ്? 27ന്റെ മൾട്ടിപ്പിൾ ആണ്, 27D എന്ന് പറഞ്ഞ് എഴുതാം. പ്ലസ് ഇവിടെ കെയിൻ്റെ ടൈം എന്ന് പറയുന്നത് കോമൺ ആയിട്ട് കിട്ടും, അത് ഔട്ട് സൈഡ് നിർത്തി കഴിഞ്ഞാൽ 41 മൈനസ് 14 വിച്ച് ഇസ് ഈക്വൽ ടു 41 ഇൻറ്റു 27D പ്ലസ് 14 എന്ന് പറയുന്ന കാര്യം അതുപോലെ നമ്മൾ എഴുതുന്നു ഇൻറ്റു 41 നിന്ന് 14 മൈനസ് ചെയ്താൽ കിട്ടുന്ന എത്രയാണ്? 27 ആണ്. അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ, ഫസ്റ്റ് ടൈം 27ന്റെ മൾട്ടിപ്പിൾ ആണ്, സെക്കൻഡ് ടൈമും 27ന്റെ മൾട്ടിപ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? 27ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? കോമ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 27. Therefore, P of k plus 1 is true. Hence, by induction, the result is true for every natural number n. അടുത്ത സബ് ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് നോക്കുക. 10⁻²n - 1 + 1 is divisible by 11. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിലൂടെ ട്രൂ ആണ് എന്നുള്ള കാര്യം നമ്മൾ തെളിയിക്കണം. അതിനുവേണ്ടി നമ്മൾ ഈ ഒരു കാര്യത്തിന്, ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ P of n എന്ന് പറഞ്ഞ ആശയമായിട്ട് എടുക്കുകയാണ്. P of 1 എന്ന് പറയുന്ന കാര്യം എഴുതണം എന്നുണ്ടെങ്കിൽ തന്ന സ്റ്റേറ്റ്മെന്റിൽ n ഉള്ള ടേമിൽ n-ന് എന്ത് അപ്ലൈ ചെയ്യുക? 1 എന്ന് പറയുന്ന കാര്യം അപ്ലൈ ചെയ്യുക. അതായത് 10⁻² ഇൻറ്റു 1 മൈനസ് 1 പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 10⁻². 2 ഇൻറ്റു 1 എന്ന് പറയുന്നത് 2 ആണ്. 2 മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്, പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 10 പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 11. ഇത് കിട്ടിയിരിക്കുന്ന ആൻസർ 11 ആണ്. നമ്മുടെ കണ്ടീഷൻ എന്താണ്? ഡിവിസിബിൾ ബൈ 11 എന്ന് പറയുന്ന ആശയമാണ്. നമുക്കറിയാം 11നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് കണക്ട് ചെയ്യാം? ഈസ് ഡിവിസിബിൾ ബൈ 11. കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? Therefore, P of 1 is true. അടുത്ത സ്റ്റെപ്പിൽ assume that P of k is true. P of k true ആണെന്ന് നമുക്ക് assume ചെയ്യാം. അതായത് 10⁻²k - 1 + 1 is divisible by 11. നമുക്ക് വേണ്ടത് P of k + 1 ട്രൂ ആണെന്ന് തെളിയിക്കുകയാണ്. അതിനു വേണ്ടി ചെയ്യേണ്ടത് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നതിൽ n ഉള്ള ടേം കാണാം. ഈ ഒരു ഭാഗം അവിടെ n-ന് പകരം എന്ത് അപ്ലൈ ചെയ്യുക? k + 1 എന്ന് പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യുക. അപ്പോൾ 10⁻² ഇൻറ്റു k + 1 മൈനസ് 1 പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 10⁻² ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2k + 2 മൈനസ് 1 പ്ലസ് 1. 2 ഇൻറ്റു k 2k എഴുതിയിട്ടുണ്ട്, 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 2 എഴുതിയിട്ടുണ്ട്, മൈനസ് 1 അതുപോലെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ചെയ്യുന്ന അടുത്ത ഘട്ടം എന്ന് പറയുന്നത് എന്താണ്? 2 - 1 എന്ന് പറഞ്ഞാൽ 1 ആണ് എന്ന് പറഞ്ഞ ആശയമാണ് കണക്ട് ചെയ്യുക. പക്ഷേ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേക ലോജിക്ക് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസംഷൻ പ്രകാരം നമ്മൾ പറഞ്ഞിരിക്കുന്നത് 10⁻²k - 1 + 1 എന്ന് പറയുന്നത് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ടൈമാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ P of k + 1 ട്രൂ ആണെന്നുള്ള ആശയം തെളിയിക്കുമ്പോൾ അസംഷൻ അപ്ലൈ ചെയ്തിട്ടാണ് തെളിയിക്കേണ്ടത്. തൊട്ട് മുന്നേ ഉള്ള എല്ലാ ചോദ്യത്തിലും അങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം കിട്ടുന്നതിന് വേണ്ടി ഇവിടെ അപ്ലൈ ചെയ്യുന്ന കാര്യത്തിലേ ഉള്ളൂ. 10⁻²k - 1 + 2 + 1. അതായത് -1 എന്ന് പറയുന്നതിന് ഇപ്പുറത്തേക്ക് എഴുതി, +2 എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് എഴുതി. ഇനി നമുക്കറിയാവുന്ന മറ്റൊരു ഫോർമുല a⁻m × a⁻n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a⁻m + n ആണ്. ഇത് തിരിച്ചാലോചിക്കുമ്പോൾ
പവറിൽ പ്ലസ് വരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. മൈനസ് വരുമ്പോൾ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുകയില്ല. അപ്പോൾ നമ്മളത് സ്പ്ലിറ്റ് ചെയ്ത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടിപ്ലിക്കേഷനിലൂടെ സ്പ്ലിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ പറയുന്ന കാര്യം അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഈ പ്ലസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് വരുന്നത്, ആ കാര്യത്തിന് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, 10⁻²k - 1 ഇൻറ്റു 10² + 1. അപ്പോൾ നോക്കൂ, a⁻m × a⁻n എന്ന് പറഞ്ഞാൽ a⁻m+n ആണ്. പവറുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഈ സ്റ്റെപ്പിലേക്ക് വരുന്നു. ഈ സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് അടുത്ത് ഇവിടേക്ക് എത്താം. അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, മുകളിലത്തെ സ്റ്റെപ്പിലേക്ക് എത്താം. അപ്പോൾ കറക്റ്റായിട്ട് ഈക്വലൈസ് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് k ഇല്ലാത്ത ടേം, അതായത് 10² എന്ന് പറയുന്നത് എഴുതുന്നു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ബാക്കി വരുന്നത് എന്താ, 10⁻²k - 1. അപ്പോൾ ഇവിടെ നോക്കൂ, 10⁻²k - 1 എന്ന് പറഞ്ഞ ടേം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേ ടേമാണ് അസംഷന്റെ ഫസ്റ്റ് ടേം ഉണ്ടോ. അത് ഒരേപോലെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ ഒരു രീതിയിൽ അതിനെ കണക്ട് ചെയ്തത്. ഇനി ഇവിടെ അങ്ങനെ 10⁻²k - 1ന്റെ ഒപ്പം +1 കൂടി നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് അതിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം പറയാൻ പറ്റുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1 ആഡ് ചെയ്യാണ്. ഇത് ഞാനായിട്ട് ആഡ് ചെയ്ത കാര്യമായതുകൊണ്ട് തന്നെ അതിനെ എന്ത് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് എന്താണ്, +1 ആണ്. അത് ഞാൻ അതുപോലെ അവിടെ എഴുതിയിട്ടുണ്ട്. ഇത് ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്, അസംഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതിനുവേണ്ടി ഞാൻ ഒരുമിച്ച് നിർത്തി 10² അഥവാ 100 എന്ന് പറയുന്ന കാര്യം ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 100 × 10⁻²k - 1 + 1 മൈനസ് 100 + 1, അതായത് 100 × 10⁻²k - 1 + 1 എന്ന് പറഞ്ഞാൽ അതിനെ എന്ത് ചെയ്യാം, 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ അതിനെ എന്ത് ചെയ്യാം, 11ന്റെ മൾട്ടിപ്ലൈ ആയിട്ട് എഴുതാം, 11d. -100 + 1 എന്ന് പറയുന്നത് എത്രയാണ്, -99 ആണ്. -99നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് നമുക്കറിയാം. ഫസ്റ്റ് ടൈമിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യും. അല്ലെങ്കിൽ അസംഷനിലൂടെ നമുക്കതും പറയാം. അങ്ങനെയാണെങ്കിൽ ഇവയുടെ സം അല്ലെങ്കിൽ ഡിഫറൻസ് ഏത് വന്നു കഴിഞ്ഞാലും നമുക്ക് എന്ത് പറയാം, അതിനെയും 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്നുള്ള കണ്ടീഷൻ എന്താണ്, ഈസ് ഡിവിസിബിൾ ബൈ 11. അതായത് P(k + 1) എന്ന് പറയുന്ന കാര്യം ട്രൂ ആയി. Therefore P(k + 1) is true. Hence by induction the result is true for every natural number n. മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനുള്ളത് x⁻²n - y⁻²n is divisible by x + y. ഈ ഒരു ടേമിനെ x + y കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് നമുക്ക് ഇൻഡക്ഷനിലൂടെ തെളിയിക്കാനുള്ളത്. അപ്പോൾ ഈ തന്ന സ്റ്റേറ്റ്മെന്റിനെ P(n) എന്ന് പറയുന്ന ആശയമായിട്ട് എടുക്കുകയാണ്. P(1) എന്ന് പറഞ്ഞ കാര്യം നമ്മൾ ചെയ്യുമ്പോൾ n-ന്റെ സ്ഥാനത്ത് എന്ത് അപ്ലൈ ചെയ്യേണ്ടി വരും, 1 എന്ന് പറയുന്ന കാര്യം അപ്ലൈ ചെയ്യേണ്ടി വരും. 1 അപ്ലൈ ചെയ്യുമ്പോൾ x⁻² × 1 മൈനസ് y⁻² × 1, അതായത് x² - y². നമുക്കറിയാം ഇത് a² - b² എന്ന് പറഞ്ഞ രൂപത്തിലാണ്. a² - b² എങ്ങനെ എഴുതാം, -b × a + b എന്ന് പറഞ്ഞ് എഴുതാം. അതേ രീതിയിൽ ഇവിടെ കണക്ട് ചെയ്യുമ്പോൾ എന്ത് വരും, x - y × x + y. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഈ ഒരു ടേമിനെ x + y കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഡിവൈഡ് ചെയ്യുമ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോകുന്നു മാത്രമേ ഉള്ളൂ. എന്നാലും നമുക്ക് എന്താ കൃത്യമായിട്ട് അതിനെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ ഇവിടെ എന്താണ്, ഈസ് ഡിവിസിബിൾ ബൈ x + y. കണ്ടീഷൻ ഹോൾഡ് ചെയ്തതുകൊണ്ട് നമുക്ക് പറയാം P(1) ഈസ് ട്രൂ. അസ്യൂം ദാറ്റ് P(k) ഈസ് ട്രൂ. P(k) ട്രൂ ആണ് എന്നുള്ളത് അസ്യൂം ചെയ്യുന്നു. അതായത് x⁻²k - y⁻²k ഈസ് ഡിവിസിബിൾ ബൈ x + y. x + y കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഏതിനെ, x⁻²k - y⁻²k ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്കിതിനെ ഒന്നും കൂടി മാത്തമാറ്റിക്സ് ഫോമിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ x⁻²k - y⁻²k = x + y × d. 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെങ്കിൽ 11d എന്ന് പറഞ്ഞ് എഴുതാറുണ്ട്. അതുപോലെ നമുക്ക് ഇങ്ങനെ എഴുതാം. P(k + 1) എന്ന് പറയുന്ന കാര്യം എടുക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് n എന്ന് പറയുന്നതിന് എന്ത് അപ്ലൈ ചെയ്യുക, k + 1 എന്ന് പറയുന്ന കാര്യം അപ്ലൈ ചെയ്യാം. k + 1 അപ്ലൈ ചെയ്യുമ്പോൾ x⁻² × k + 1 മൈനസ് y⁻² × k + 1. 2 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x⁻²k + 2 മൈനസ് y⁻²k + 2. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ x⁻²k × x² മൈനസ് y⁻²k × y².
കെ ഇല്ലാത്ത ടേം നമ്മൾ ആദ്യം എഴുതണം. അതാണ് എക്സ് സ്ക്വയർ ഞാൻ എഴുതിയിരിക്കുന്നത്. ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇനി ഫസ്റ്റ് ടേമിൽ എഴുതാൻ ബാക്കിയുള്ളത് എക്സ് റേസ് ടു 2k ആണ്. അസംഷൻ നോക്കുന്ന സമയത്ത് എക്സ് റേസ് ടു 2kന്റെ ഒപ്പം മൈനസ് വൈ റേസ് ടു 2k ഇത് നമ്മളായിട്ട് എഴുതിയതാണ്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പ്ലസ് വൈ റേസ് ടു 2k എന്ന് പറഞ്ഞ കാര്യം ചെയ്യുന്നു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. സെക്കൻഡ് ടേമായ വൈ റേസ് ടു 2k ഇൻറ്റു വൈ സ്ക്വയർ എന്ന് പറയുന്നത് അതുപോലെ എഴുതി വെക്കുന്നു. ഇതിലെ അസംഷനിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ മാത്രമേ എന്തുള്ളൂ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് ഒരുമിച്ച് കിട്ടുന്നതിന് വേണ്ടി ഇതിനകത്ത് വീണ്ടും ഒരു ബ്രാക്കറ്റ് കൂടി ചെയ്യുകയാണ്. ഇനി എക്സ് സ്ക്വയർ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് റേസ് ടു 2k മൈനസ് വൈ റേസ് ടു 2k പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു വൈ റേസ് ടു 2k മൈനസ് വൈ റേസ് ടു 2k ഇൻറ്റു വൈ സ്ക്വയർ ഇറ്റ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് റേസ് ടു 2k മൈനസ് വൈ റേസ് ടു 2k എന്ന് പറയുന്നത് അസംഷൻ പ്രകാരം എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡി എന്ന് പറഞ്ഞ ആശയത്തിൽ തുല്യമാണ്. പ്ലസ് രണ്ട് ടേമിലും വൈ റേസ് ടു 2k കോമൺ ആണ്. അത് ഔട്ട് സൈഡ് നിർത്തിയാൽ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. പി ഓഫ് 1 എന്ന് പറയുന്ന ആശയം ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞ കാര്യം നമുക്ക് കിട്ടിയിരിക്കുന്നത് എക്സ് പ്ലസ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ടൈം ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചിന്തിക്കാം? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുന്നതിനെ എക്സ് പ്ലസ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ഈ ഒരു ടേമിനെ മൊത്തമായി നമുക്ക് എക്സ് പ്ലസ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അസംഷൻ പ്രകാരം ഈ ഒരു കാര്യത്തിനെയും എക്സ് പ്ലസ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ രണ്ട് ടേമും ആഡ് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാം? എക്സ് പ്ലസ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് ഹോൾഡ് ചെയ്തു? അവിടെ ഈസ് ഡിവിസിബിൾ ബൈ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന കണ്ടീഷൻ ഹോൾഡ് ചെയ്തു. എപ്പോഴാണ്? എന്നിന് കെ പ്ലസ് 1 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? therefore പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെങ്കിൽ ഹെൻസ് ബൈ ഇൻഡക്ഷൻ ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ എവറി നാച്ചുറൽ നമ്പർ n എന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. അടുത്ത സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് തെളിയിക്കാനുള്ളത് 3 raised to 2n plus 2 minus 8n minus 9 ഈസ് ഡിവിസിബിൾ ബൈ 8. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിലൂടെയാണ് നമുക്കത് തെളിയിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. ഈ തന്ന കാര്യത്തിനെ പി ഓഫ് എൻ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റായി എടുത്തു. അടുത്ത് ചെയ്യേണ്ടത് പി ഓഫ് 1 എന്ന് പറയുന്ന കാര്യം എഴുതുക. അതിന് ഈ ഒരു ഭാഗത്തിൽ n കാണുന്ന സ്ഥാനത്ത് 1 അപ്ലൈ ചെയ്യാം. 3 raised to 2 into 1 plus 2 minus 8 into 1 minus 9 which is equal to 3 raised to ഇത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 2 ആണ് വരിക. 2 plus 2 എന്ന് പറഞ്ഞാൽ 4 ആണ് വരിക. അപ്പോൾ 3 raised to 4 minus 8 minus 9 which is equal to 3 raised to 4 എന്ന് പറയുന്നത് 81. 3 into 3 into 3 into 3 അതാണ് 3 raised to 4. എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 81 വരും. 81 minus 17 equal to 64. ഇപ്പോൾ നമുക്കൊരു നമ്പർ കിട്ടിയിട്ടുണ്ട്. ആ നമ്പർ ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നാണ്. 64നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതി വെക്കാം? ഈസ് ഡിവിസിബിൾ ബൈ 8. കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് therefore P of 1 is true. Assume that P of k is true. P of k true ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റ് കെയിൽ ശരിയാണ്. അതായത് 3 raised to 2k plus 2 minus 8k minus 9 is divisible by 8. 3 raised to 2k plus 2 minus 8k minus 9 equal to 8d എന്ന് പറഞ്ഞ് എഴുതാം. P of k plus 1 എന്ന് പറഞ്ഞ കാര്യം എഴുതുമ്പോൾ ഈ ഒരു ഭാഗത്ത് n ന് പകരം k plus 1 അപ്ലൈ ചെയ്യാം. 3 raised to 2 into k plus 1 plus 2 minus 8 into k plus 1 minus 9. 2 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 raised to 2k plus 2 plus 2 minus 8k minus 8 minus 9. മൈനസ് 8 കൊണ്ട് രണ്ട് ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് തൊട്ട് മുകളിലുള്ള അസംഷനിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. 3 raised to 2k plus 2 എന്ന് പറഞ്ഞ ടേം ഫസ്റ്റ് ടൈമായിട്ട് നിൽക്കുന്നുണ്ട്. അതേ കാര്യം നമുക്ക് ഇവിടെയും എക്സിസ്റ്റ് ചെയ്യും. അതിന് എന്ത് ചെയ്താൽ മതി? a raised to m into a raised to n എന്ന് പറഞ്ഞാൽ a raised to m plus n ആണ്. ഇത് തിരിച്ചാലോചിക്കുമ്പോൾ a raised to m plus n എന്ന് പറയുന്നത് a raised to m into a raised to n ആണ്. അത് സ്പ്ലിറ്റ് ചെയ്യുന്നത് പ്ലസ് നിൽക്കുന്ന ഐഡിയ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യത്തിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഈ പ്ലസ്സിൽ വെച്ച് ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാം. 3 raised to 2k plus 2 into 3 square minus 8k minus 17 രണ്ടും തമ്മിൽ അഡീഷൻ വന്നു. ഇതിലെ 3 സ്ക്വയർ അഥവാ k ഇല്ലാത്ത ടൈം നമ്മൾ ആദ്യം എഴുതി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ബാക്കിയുള്ള ടൈം എന്താ?
3^2k+2. അസംഷനിലേക്ക് നോക്കുമ്പോൾ ഇതിനോടൊപ്പം എന്ത് നിൽക്കണം? -8kയും വേണം -9ഉം വേണം. രണ്ട് കാര്യവും ഞാൻ അവിടെ എഴുതുകയാണ്. -8kയും -9ഉം. ഈ രണ്ട് കാര്യവും നമ്മളായിട്ട് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടി രണ്ട് ടേമുകളും ആഡ് ചെയ്യാണ്. അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. അടുത്ത ഈ രണ്ട് ടേമുകളും നമ്മൾ താഴേക്ക് ഇറക്കി എഴുതുന്നു. -8k -17. ഇതിൽ അസംഷൻ നോക്കുമ്പോൾ ഇത്രയും ടേമുകൾ ഒരുമിച്ച് നിന്നാലേ 8d എന്ന് പറഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അത് ഒരുമിച്ച് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ വീണ്ടും ഒരു ബ്രാക്കറ്റിംഗ് കേസ് അപ്ലൈ ചെയ്യാണ്. ഇനി 3² അഥവാ 9 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 × 3^2k+2 -8k -9 പ്ലസ് 9 × 8k പ്ലസ് 9 × 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 81 -8k -17. 9 ഈ ബ്രാക്കറ്റിനകത്തുള്ള ടേം അസംഷൻ പ്രകാരം നമുക്ക് എന്ത് പറയാം? 8dക്ക് തുല്യമാണെന്ന് പറയാം. അപ്പോൾ 9 × 8d. ഇനി 8k എന്ന് പറയുന്ന ആശയം നിലനിൽക്കുന്ന ടേമുകൾ നോക്കുക നിങ്ങൾ. ഈ രണ്ട് ടേമിൽ നിന്നും 8k കോമൺ ആയിട്ട് എടുത്താൽ 8k × ഇവിടെ ബാലൻസ് വരുന്നത് 9 ആണ്, മൈനസ് ഇവിടെ ബാലൻസ് വരുന്നത് 1 ആണ്. കാരണം 8k ആകെ ഉള്ളത് അത് മുഴുവൻ നമ്മൾ ഔട്ട്സൈഡ് നിർത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യം എന്താണ്? ഒരു 81 ഉണ്ട്, പിന്നെ ഒരു 17 ഉണ്ട്, അത് മൈനസ് ചെയ്യണം. 81 - 17 തൊട്ട് മുന്നേ നമ്മളിത് കണ്ടു കഴിഞ്ഞു. എവിടെയാണ്? P(1)ന്റെ കാര്യത്തിലാണ് വന്നത്. അതെന്താണ്? 64 ആണ്. അപ്പോൾ ഇവിടെ നമ്മളത് കണ്ടത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യാണ്? 81 - 17 എന്ന് പറയുന്നതിന് പകരം എന്ത് എഴുതുകയാണ്? ഇവിടെ 64 എന്ന് പറഞ്ഞ ആശയം എഴുതുകയാണ്. ഇനി നിങ്ങൾ ആലോചിക്കേണ്ടത് 64നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 8k × 9 - 1 എന്ന് പറഞ്ഞാൽ അത് 8 ആണ് വരിക. ഇവിടെ 8k ഉള്ളത് കൊണ്ട് തന്നെ ആ ടൈമിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 8d ഉള്ളത് കൊണ്ട് അതിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സുകളെ ആഡ് ചെയ്താൽ അതിനെയും എന്ത് ചെയ്യാം? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ഈസ് ഡിവിസിബിൾ ബൈ 8. കണ്ടീഷൻ ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? therefore P(k+1) ഈസ് ട്രൂ. ഹെൻസ് ബൈ ഇൻഡക്ഷൻ റിസൾട്ട് ഈസ് ട്രൂ ഫോർ എവരി n. അടുത്തത് ഇൻഡക്ഷൻ പ്രകാരം തെളിയിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് n × n+1 × n+5 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. നമുക്ക് ലേറ്റസ്റ്റ് ആയ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഇത്തരം ചോദ്യങ്ങളാണ് കയറി വരുന്നത്. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ പോലെയോ അതിന് മുൻപേ പറഞ്ഞ പോലെയോ അല്ല ഇവിടെ ഇങ്ങനെ P(k+1) ട്രൂ ആണെന്നുള്ള കാര്യം തെളിയിക്കുന്നത്. ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ള ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കുക. നിങ്ങൾ അതുപോലെ അത് ചെയ്ത് പഠിക്കുകയും ചെയ്യാം. P(1)ന്റെ കാര്യത്തിൽ നല്ല വ്യത്യാസം വരുന്നത് P(k+1) എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് പോകുമ്പോഴാണ് ചെറിയൊരു വ്യത്യാസം നിങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം നമ്മളിതിനെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുത്തു. P(1) എന്ന് പറഞ്ഞ കാര്യം ചെയ്യുമ്പോൾ എന്നിനെ 1 അപ്ലൈ ചെയ്യാം. 1 + 1 1+5, അതായത് 1 × 2 × 6 എത്രയാണ് ആൻസർ വരിക? 12 എന്ന് പറയുന്നതാണ് ആൻസർ വരുന്നത്. നമുക്കറിയാം 12 എന്ന് പറയുന്നതിന് എന്ത് ചെയ്യാം? 3ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ P(1) എന്ന് പറയുന്ന കാര്യം എന്താണ്? ട്രൂ ആണ്. ഇവിടെ തന്നെ മറ്റൊരു കാര്യം കൂടി നമ്മൾ പറയട്ടെ. ഇത് n = 1 ട്രൂ ആണെന്ന് തെളിയിക്കുന്നതാണ് പൊതുവേ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫോർമാറ്റ്. എന്നാൽ ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ n 2 ആകുമ്പോൾ റിസൾട്ട് ശരിയാണെന്ന് തെളിയിക്കാൻ പറയും. അത്തരം സന്ദർഭം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് n ന് 2 ആണ് അപ്ലൈ ചെയ്യാം. n ന് 2 അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടുത്തെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുക? 2 വരും, 2+1 എന്ന് പറഞ്ഞ കാര്യം വരും, 2+5 എന്ന് പറഞ്ഞ കാര്യം വരും. അതായത് 2 × 3 × 7 വരും. 7 × 3 എന്ന് പറഞ്ഞാൽ 21 വരും. 21 × 2 എന്ന് പറയുന്നത് 42 വരും. 42നെ നമുക്ക് എന്താ എഴുതാൻ പറ്റും? 3ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് 3ന്റെ മൾട്ടിപ്പിൾ ആയി എഴുതാൻ പറ്റും എന്നുള്ളത് കൊണ്ട് എന്താണ്? n = 2ൽ റിസൾട്ട് ട്രൂ ആണെന്ന് പറയാം. അപ്പോൾ ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ n = 1 ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യും? n = 2 എന്ന് പറഞ്ഞ ആശയം ചോദിക്കാറുണ്ട്. അപ്പോൾ കണക്ട് ചെയ്യേണ്ട ഒരു ആശയമാണ് പറഞ്ഞത്. ഇതേപോലെ തൊട്ട് മുകളിൽ പറഞ്ഞ ചോദ്യങ്ങളിലൊക്കെ ഈ പറഞ്ഞ രീതിയിൽ n = 2ൽ എന്ത് ചെയ്യാം? ശരിയാണെന്നുള്ള ആശയം നമുക്ക് തെളിയിക്കാവുന്നതാണ്. അസ്യൂം ദാറ്റ് P(k) ഈസ് ട്രൂ. ഈ സ്റ്റേറ്റ്മെന്റ് കെയിൽ ട്രൂ ആണെന്നുണ്ടെങ്കിൽ എന്നിന് പകരം k അപ്ലൈ ചെയ്യാം. k × k+1 × k+5 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. അതായത് k × k+1 × k+5 = 3d. 3ന്റെ മൾട്ടിപ്പിൾ ആണെന്നുള്ള ആശയത്തിൽ നമ്മൾ അങ്ങനെ എഴുതി വെച്ചു. ഇനി P(k+1) എന്ന് പറയുന്നത് ട്രൂ ആണെന്ന് തെളിയിക്കണമെങ്കിൽ P(k+1) എഴുതണം. P(k+1) എഴുതണമെങ്കിൽ
എന്നിന് പകരം എന്ത് അപ്ലൈ ചെയ്യാം? കെ പ്ലസ് 1 എന്ന് പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യാം. അപ്പോൾ n എന്ന് പറയുന്നതിന് പകരം കെ പ്ലസ് 1, n പ്ലസ് 1 എന്ന് പറയുമ്പോൾ കെ പ്ലസ് 1 പ്ലസ് 1, n പ്ലസ് 5 എന്ന് പറയുമ്പോൾ കെ പ്ലസ് 1 പ്ലസ് 5. സ്വാഭാവികമായും നമ്മൾ അടുത്ത് ചെയ്യുന്ന സ്റ്റെപ്പ് ആദ്യത്തത് കെ പ്ലസ് 1 എന്ന് പറഞ്ഞ കാര്യം എഴുതും. അടുത്തത് കെ പ്ലസ് 1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? കെ പ്ലസ് 2 എന്ന് പറഞ്ഞ കാര്യം വരും. അടുത്തത് കെ പ്ലസ് 6 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എഴുതുക. പക്ഷേ അങ്ങനെ എഴുതിയാൽ നമുക്ക് അസംഷൻ എന്ന് പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അസംഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം? കെ പ്ലസ് 5 എന്ന് പറയുന്ന ഒരു ടേം നമുക്കിവിടെ എക്സിസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ പറയുന്ന ഒരു കാര്യത്തിനെ കെ പ്ലസ് 5 പ്ലസ് 1 എന്ന് പറഞ്ഞ എഴുതാണ്. അതായത് ഓർഡർ ഒന്ന് മാറ്റി എഴുതി. അഡീഷൻ ആയതുകൊണ്ട് തന്നെ ഏത് ഓർഡറിൽ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ഇതിൽ കെ പ്ലസ് 5 മൾട്ടിപ്ലിക്കേഷനിൽ ഒരുമിച്ച് കിട്ടുന്നതിന് വേണ്ടി ഞാൻ ഒറ്റ ബ്രാക്കറ്റിനകത്താക്കാണ്. സാധാരണ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ചെയ്യുന്നത് എന്താ? കെ കൊണ്ട് കെ പ്ലസ് 2നെയും ചെയ്യും, കെ പ്ലസ് 5 പ്ലസ് 1 എന്ന് പറഞ്ഞ ആശയത്തിനെയും ചെയ്യും. 1 കൊണ്ട് കെ പ്ലസ് 2നെയും ചെയ്യും, കെ പ്ലസ് 5 പ്ലസ് 1 എന്ന് പറഞ്ഞ ആശയത്തിനെയും ചെയ്യും. പക്ഷേ ഇവിടെ നമ്മൾ അസംഷൻ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രത്യേക രീതിയിലാണ് മൾട്ടിപ്ലിക്കേഷൻ എടുക്കുക. അതാണ് ഇതിൻ്റെ ഒരു വ്യത്യസ്തമായ ഒരു കാര്യം. അതിനു വേണ്ടി എടുക്കേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക ഇവിടെ നിന്നാണ്. കെ കൊണ്ട് ആദ്യം കെ പ്ലസ് 1 എന്ന് പറഞ്ഞ കാര്യത്തിനെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ സ്റ്റെപ്പാണ് ഞാൻ താഴെ എഴുതുന്നത്. കെ കൊണ്ട് ആദ്യം എന്ത് ചെയ്യുന്നു? കെ പ്ലസ് 1നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അടുത്തത് കെ പ്ലസ് 5 എന്ന് പറഞ്ഞ കാര്യത്തെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് വരിക? കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 5 പ്ലസ് അടുത്തത് അതേ കെ തന്നെ ഉപയോഗിക്കുന്നു, കെ പ്ലസ് 1ലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ കെ ഇൻറ്റു കെ പ്ലസ് 1. ഇപ്പോൾ നമ്മൾ ചെയ്തത് എവിടേക്കാണ് മൾട്ടിപ്ലിക്കേഷൻ പോയിരിക്കുന്നത്? കെ പ്ലസ് 5ലേക്കാണ്. അടുത്ത സ്റ്റെപ്പ് ആ മൾട്ടിപ്ലിക്കേഷൻ എവിടേക്ക് പോകുന്നു? 1ലേക്ക് പോകുന്നു. അപ്പോൾ കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു 1. അപ്പോൾ ഈ കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു? മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒന്നും കൂടി ശ്രദ്ധിക്കുക. കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 5 അതാണ് ഫസ്റ്റ് ടൈം. സെക്കൻഡ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു 1. അപ്പോൾ രണ്ട് ടൈമിലേക്ക് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. കെ കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ആയി. ഇപ്പം നമ്മൾ ചെയ്ത അതേപോലെ തന്നെ അടുത്തത് 2 ഉപയോഗിക്കാം. 2 കൊണ്ട് കെ പ്ലസ് 1നെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് പ്ലസ് 2 ഇൻറ്റു കെ പ്ലസ് 1. അപ്പോൾ നമ്മൾ 2 എടുത്തു, കെ പ്ലസ് 1ലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. അടുത്ത് പോകേണ്ട എവിടേക്കാണ്? കെ പ്ലസ് 5ലേക്കാണ്. അപ്പോൾ ഇവിടെ എന്ത് എഴുതാം? കെ പ്ലസ് 5. 2 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ പൂർത്തിയാവണമെങ്കിൽ ഒരു കാര്യം കൂടി എടുക്കണം. 2 കൊണ്ട് കെ പ്ലസ് 1നെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ 1നെ മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു 1. ഈ മൾട്ടിപ്ലിക്കേഷൻ ഇത് ഓർഡറിൽ ചെയ്യുകയാണെങ്കിൽ ഇനി നമുക്ക് വളരെ ഈസി ആയിട്ട് പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് തെളിയിക്കാം. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ എടുക്കുന്നൊന്ന് ശ്രദ്ധിക്കാം നിങ്ങൾ. കെ കൊണ്ട് കെ പ്ലസ് 1നെ മൾട്ടിപ്ലൈ ചെയ്തു, കെ പ്ലസ് 5നെ മൾട്ടിപ്ലൈ ചെയ്തു. ഇതാണ് ഫസ്റ്റ് ടൈം. കെ കൊണ്ട് കെ പ്ലസ് 1നെ മൾട്ടിപ്ലൈ ചെയ്തു, 1നെ മൾട്ടിപ്ലൈ ചെയ്തു. അതാണ് സെക്കൻഡ് ടൈം. അപ്പോൾ കെ കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. ഇനി 2 കൊണ്ട് കെ പ്ലസ് 1നെ മൾട്ടിപ്ലൈ ചെയ്യുക, കെ പ്ലസ് 5നെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2 കൊണ്ടുള്ള ആദ്യത്തെ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് 2 കൊണ്ട് കെ പ്ലസ് 1നെ മൾട്ടിപ്ലൈ ചെയ്യുക, 1നെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2 എന്ന് പറഞ്ഞ ആശയം കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷനും കംപ്ലീറ്റ് ആയി. ഇനി നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. ആദ്യത്തെ കാര്യം കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 5. അസംഷൻ പ്രകാരം എന്താണ്? 3D എന്ന് പറഞ്ഞ ആശയമാണ്. പ്ലസ് ബാക്കിയുള്ള എല്ലാ ടൈമിലും നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ കെ പ്ലസ് 1 എന്ന് പറയുന്നത് കോമൺ ആണ്. അപ്പോൾ ഞാൻ ആ കെ പ്ലസ് 1നെ കോമൺ ആയിട്ട് എടുക്കുകയാണ്. ഇവിടെ കെ പ്ലസ് 1 പോയി കഴിഞ്ഞാൽ ബാലൻസ് കെ ഉണ്ട്, അത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. പ്ലസ് കെ പ്ലസ് 1 പോയി കഴിഞ്ഞാൽ 2 ഉണ്ട്, കെ പ്ലസ് 5 ഉണ്ട്. 2 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2k പ്ലസ് 10 പ്ലസ് കെ പ്ലസ് 1 ഔട്ട് സൈഡ് പോയിട്ടുണ്ട്. അപ്പോൾ ബാക്കി അവിടെ ഒരു 2 എന്ന് പറഞ്ഞ ആശയം നിലനിൽക്കുന്നുണ്ട്. 3D പ്ലസ് കെ പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് കെ എന്ന് പറഞ്ഞാൽ 3k വരും, 12 വരും. ഇവിടെ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇത് 3ന്റെ മൾട്ടിപ്പിൾ ആണ്. 3ന്റെ മൾട്ടിപ്പിൾ ആണ് വരുന്നതെങ്കിൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഈ ടേമിനെ മൊത്തം നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതുപോലെ ഇവിടെ 3D എന്ന് പറഞ്ഞാണ് എഴുതിയത്. അപ്പോൾ 3D എന്ന് പറയുന്ന കാര്യം എന്താണ്? 3നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ ഡിവിസിബിൾ അല്ല, നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞ ആശയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഇതൊറ്റ നോട്ടത്തിൽ 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അതുപോലെ തന്നെ ഇതും എന്താണ്? 3ന്റെ മൾട്ടിപ്പിൾ ആണ്. ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. അതായത് എന്നിന് കെ പ്ലസ് 1 അപ്ലൈ ചെയ്യുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന കാര്യത്തിൽ എന്താണോ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് അത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. Therefore, P of k plus 1 is true. Hence, by induction, the result is true for every natural number n. ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. രണ്ട് ക്ലാസ്സിലും
കൂടി നമ്മൾ 12 ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒരു മോഡൽ ചോദ്യം മാത്രമേ എക്സാമിനേഷന് വരികയുള്ളൂ. ഈ ഒരു ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 4 മാർക്കാണ് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഈ 4 മാർക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് P(1) ട്രൂ ആണെന്ന് തെളിയിക്കുന്നതിന് 1 മാർക്ക്, അസ്യൂം ദാറ്റ് എന്ന് പറഞ്ഞ ആശയം എഴുതി സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നതിന് 1 മാർക്ക്, ബാക്കി 2 മാർക്ക് P(k+1) ട്രൂ ആണെന്ന് തെളിയിക്കുന്നതിനും കൺക്ലൂഡ് ചെയ്യുന്നതിനുമാണ്. അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് പഠിച്ചെഴുതാൻ വേണ്ടി പറ്റുക അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുക. ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ P(k+1) തെളിയിക്കാനുള്ള കാര്യമൊക്കെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റട്ടെ. എന്തായാലും പുതിയൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.